എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ ഫോർത്ത് സെമസ്റ്റർ വീഡിയോ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ബികോം BBA പഠിക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും എളുപ്പത്തിൽ ക്ലാസ്സുകൾ മനസ്സിലാവാനും ചില എളുപ്പവഴികളിലൂടെ അല്ലെങ്കിൽ ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ഉപയോഗിച്ച് ഉയർന്ന സ്കോർ നേടാനും സാധിക്കുന്ന രീതിയിലാണ് ജുറാസ് കൊമേഴ്സ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ബികോം BBA ഫോർത്ത് സെമസ്റ്റർ വീഡിയോ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്, നമ്മളതിനെ ചുരുക്കി QT എന്ന് പറയുന്നു. QT സബ്ജക്റ്റിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യം ഒരു ഡൗട്ട് ക്ലിയറിംഗ് ആണ്. പലപ്പോഴും കമൻറ്റുകളായിട്ട് പോയ വർഷത്തെ സ്റ്റുഡൻസ് എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, തിയറി മാത്രം പഠിച്ചാൽ പാസ്സാകുമോ? യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രോബ്ലത്തേക്കാൾ കൂടുതൽ തിയറിയാണ് QTയിലൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിയറി മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉയർന്ന സ്കോർ നേടാൻ പറ്റും. അതായത് A+ വരെ നിങ്ങൾക്ക് നേടാൻ പറ്റും. 70-ന് മുകളിൽ മാർക്ക്, അതായത് 80-ൽ 70-ന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 2 essay തിയറി ചോദിക്കാറുണ്ട്, 4-5 ഷോർട്ട് essay തിയറി ചോദിക്കാറുണ്ട്. 12ഓളം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻസും തിയറി തന്നെയാണ് ചോദിക്കാറ്. ഇനി അത്തരത്തിലുള്ള ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമുക്കറിയാം, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ ഏറ്റവും കൂടുതൽ essay ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ തിയറി ചോദിക്കുന്ന ഒരു മൊഡ്യൂളാണ് ഒന്നാമത്തെ മൊഡ്യൂളായ ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്. ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ആദ്യം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് റെഫേഴ്സ് ടു മെത്തേഡ്സ് ആൻഡ് ടൂൾസ് യൂസ്ഡ് ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ന്യൂമറിക്കൽ ഡാറ്റ. നമുക്ക് ലഭിച്ചിട്ടുള്ള ന്യൂമറിക്കൽ ഡാറ്റയെ അനലൈസ് ചെയ്യുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ചില മെത്തേഡ്സും ടൂൾസുകളുമുണ്ട്, അതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഹൈറ്റും വെയ്റ്റും കിട്ടുന്നു, അല്ലെങ്കിൽ പോപ്പുലേഷൻ ലഭിക്കുന്നു. അത്തരത്തിലുള്ള ന്യൂമറിക്കൽ ഡാറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡാറ്റയെ പല മെത്തേഡ്സും ടൂൾസും ഉപയോഗിച്ചുകൊണ്ട് അനലൈസും ഇൻ്റർപ്രറ്റും ചെയ്യുന്നതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിന് ഡിഫൈൻ QT എന്ന് കൊടുക്കാറുണ്ട്. ഇപ്പോൾ QTയുടെ ഡെഫിനിഷനാണിത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് മേ ബി ഡിഫൈൻഡ് ആസ്, ഡെഫിനിഷനാണ് ചോദിച്ചെങ്കിൽ, മെത്തേഡ്സ് ആൻഡ് ടൂൾസ് യൂസ്ഡ് ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ന്യൂമറിക്കൽ ഡാറ്റ. അപ്പോൾ QT എന്ന് പറയുന്നത് മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ആണ്. പലതരത്തിലുള്ള മെത്തേഡ്സും ടൂൾസുമാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. മനസ്സിലായല്ലോ? അപ്പോൾ ഓരോ കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ QTയുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ് ആരും സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു നോട്ട് ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് പഠിച്ചു വെച്ചോളൂ. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ആണ്, യൂസ്ഡ് ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ന്യൂമറിക്കൽ ഡാറ്റ. ന്യൂമറിക്കൽ ഡാറ്റ, അതായത് ന്യൂമറിക്കലിലായിരിക്കും അത് കൊടുക്കുക. 1, 2, 3 എന്ന് പറയുന്ന നമ്പേഴ്സ് പോലെ ആയിരിക്കും അതിൻ്റെ ഡാറ്റ ഉണ്ടായിരിക്കുക. ആ ഡാറ്റ അനലൈസും ഇൻ്റർപ്രറ്റും ചെയ്യാനുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് അല്ലെങ്കിൽ ടൂൾസ് ആൻഡ് മെത്തേഡ്സിനെയാണ് QT അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ മീനിങ് പഠിച്ചു. ജസ്റ്റ് ഒന്ന് എൻ്റെ കൂടെ തന്നെ പഠിക്കുക, എൻ്റെ കൂടെ തന്നെ ഒന്നത് പറഞ്ഞു നോക്കുക. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്? മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ആണ്. എന്താണ് ആ മെത്തേഡ്സ് ആൻഡ് ടൂൾസ്? അനലൈസും ഇൻ്റർപ്രറ്റും ചെയ്യുന്നു ന്യൂമറിക്കൽ ഡാറ്റ. ദെൻ QTയുടെ നേച്ചർ, ഫീച്ചേഴ്സ്, ഫങ്ഷൻ, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ്, ഇതൊക്കെ ചോദിച്ചാൽ കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. QTയുടെ നേച്ചർ, ഫീച്ചേഴ്സ്, ഫങ്ഷൻ, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ്, ഇതെല്ലാം തന്നെ QT എന്ന് പറഞ്ഞാൽ തന്നെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ നേച്ചർ, ഫീച്ചേഴ്സ്, ഫങ്ഷൻ, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ് എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന കോമൺ പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡാറ്റ അനാലിസിസ്. നമുക്ക് തരുന്ന ന്യൂമറിക്കൽ ഡാറ്റയെ അനലൈസ് ചെയ്യാൻ QT ഉപയോഗിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. QT ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ബിസിനസ്സുകാർ അവരുടെ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. പലതും ഉപയോഗിക്കാറുണ്ട്. കോറിലേഷൻ ഉപയോഗിക്കാറുണ്ട്, റിഗ്രഷൻ ഉപയോഗിക്കാറുണ്ട്, അല്ലേ, ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള പലതരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് നടത്താം. അത് ഡാറ്റ അനാലിസിസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഹെൽപ്സ് ഇൻ റിസോഴ്സ് അലൊക്കേഷൻ, റിസോഴ്സ് അലൊക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഈവൻ അനാലിസിസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻവെന്ററി കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻവെന്ററി കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസിഷൻ ട്രീ അനാലിസിസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്യൂയിങ് തിയറി, നമ്മുടെ ക്യൂ നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ് ക്യൂയിങ് തിയറി, വെയിറ്റിംഗ് ലൈൻ തിയറി എന്നൊക്കെ പറയുന്നുണ്ട്. ആ ക്യൂയിങ് തിയറി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിസോഴ്സിനെ പ്രോപ്പറായിട്ട് ഡിപ്ലോയ്മെന്റ് നടത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റീപ്ലേസ്മെന്റ് തിയറി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് അനാലിസിസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഷെഡ്യൂളിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർകാസ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒപ്റ്റിമൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ക്യൂട്ടിയുടെ ഫീച്ചേഴ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്നും പഠിക്കാൻ പറ്റുന്ന ഒരു 10ഓളം പോയിന്റ്, ഞാൻ ഇതിലൊരു 15ഓളം പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ എളുപ്പമുള്ള 10 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ക്യൂട്ടിയുടെ ഫീച്ചർ, നാച്ചർ, ഫംഗ്ഷൻ, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ്, സിഗ്നിഫിക്കൻസ് ഇതെല്ലാം ചോദിച്ചാൽ നിങ്ങൾ ഈ പോയിന്റ്സ് എഴുതിയാൽ മതി. അപ്പം നിങ്ങൾ അതിൽ എളുപ്പത്തിലുള്ള ഒരു 5 എണ്ണം എൻ്റെ കൂടെ തന്നെ പഠിച്ചു വെച്ചോളൂ. ഒന്ന് ഡാറ്റ അനാലിസിസിന് ഹെൽപ്പ് ചെയ്യുന്നു, ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, റിസോഴ്സ് അലൊക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നു, ബ്രേക്ക് ഈവൺ അനാലിസിസിന് ഹെൽപ്പ് ചെയ്യുന്നു, ഇൻവെന്ററി കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നു. ഫോർകാസ്റ്റിംഗ് ഉണ്ട്, നെറ്റ്വർക്ക് അനാലിസിസ് ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് കൊടുത്തത്. അടുത്ത ഏരിയ ആണ് റോൾ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ ക്യൂട്ടി ആൻഡ് അതർ ഡിസിപ്ലിൻ. ക്യൂട്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏതെല്ലാം സബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ മറ്റേതെല്ലാം ഡിസിപ്ലിൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ബിസിനസ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇൻഡസ്ട്രി, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്. ഈ ഡിസിപ്ലിൻസുമായിട്ടെല്ലാം തന്നെ ക്യൂട്ടി റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഈ മേഖലയിലെല്ലാം ക്യൂട്ടിക്കൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ഇതങ്ങനെ പരീക്ഷയ്ക്കൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് എസ് എ ഒക്കെ എഴുതുമ്പോൾ ഇതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് എഴുതാവുന്നതാണ്. പലപ്പോഴും ക്യൂട്ടിയുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ എസ് എ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ക്യൂട്ടി ഈ മേഖലയിലെല്ലാം തന്നെ ക്യൂട്ടി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് എഴുതാം. ഇതൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു റോൾ ഓഫ് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ്, അതായത് ക്യൂട്ടിയുടെ ഏതെല്ലാം ഡിസിപ്ലിനുമായിട്ട് ക്യൂട്ടി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു 5 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുക. ബിസിനസ് മാനേജ്മെന്റ്, ഇൻഡസ്ട്രി, ഇക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്. അടുത്തതാണ് എസ് എ ടോപ്പിക് യൂസസ്, അപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ക്യൂട്ടി ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. പല വർഷങ്ങളിലായിട്ട് ക്യൂട്ടിയുടെ 1ാമത്തെ മൊഡ്യൂളിൽ നിന്നും ബികോം BBAക്ക് എസ് എ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് യൂസസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ക്യൂട്ടി ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ബിസിനസ് ഇൻഡസ്ട്രി മേഖലകളിൽ ക്യൂട്ടിയുടെ ഉപയോഗം അല്ലെങ്കിൽ ക്യൂട്ടിയുടെ അപ്ലിക്കേഷൻ അതല്ലെങ്കിൽ ക്യൂട്ടിയുടെ സ്കോപ്പ് എന്തൊക്കെയാണ്? പോയിന്റ്സ് ഒരുപാട് ഞാൻ ഈ ജുറാസിൻ്റെ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് ചെയ്യുന്നത്. ഈ നോട്ട് വേണ്ടവർ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വീഡിയോയുടെ അവസാനം കാണിച്ചിട്ടുള്ള നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇത് എസ് എക്ക് വേണ്ടിയിട്ട് എല്ലാ പോയിന്റും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇൻവെന്ററി കൺട്രോൾ, പ്രോജക്റ്റ് മാനേജ്മെന്റ്, ലീനിയർ പ്രോഗ്രാമിംഗ്, ഡിസിഷൻ അനാലിസിസ്, ക്യൂയിങ് തിയറി, റീപ്ലേസ്മെന്റ് തിയറി, സിമുലേഷൻ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, റിസോഴ്സ് അലൊക്കേഷൻ, ക്വാളിറ്റി കൺട്രോൾ, ഷെഡ്യൂളിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ബ്രേക്ക് ഈവൺ അനാലിസിസ്, നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ, മാർക്കറ്റ് റിസർച്ച്, റിസ്ക് അനാലിസിസ്, കപ്പാസിറ്റി പ്ലാനിംഗ്. ഈ പോയിന്റ്സ് ഇത്രയും കൊടുക്കാൻ കാരണം കഴിഞ്ഞ വർഷത്തെ ആൻസർ കീയിലെ പോയിന്റ്സ് ആണിത്. അപ്പോൾ ഇത്രയും എഴുതുക. ഇതിന് ഇത്രയും പോയിന്റ്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. ഈ പോയിന്റ്സിനെല്ലാം തന്നെ എക്സ്പ്ലനേഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 10ൽ 10 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു എസ് എക്ക് സ്കോർ ചെയ്യാം. ഇനി നമുക്ക് ക്യൂട്ടിയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യൂട്ടി എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. അതായത് ക്യൂട്ടിയുടെ പല ടെക്നിക്സുകളും എന്താണ്, ഒരുപാട് ടൈം എടുക്കുന്ന ടെക്നിക്സുകളാണ്, അതുപോലെ തന്നെ ചിലവേറിയ ടെക്നിക്സുകളാണ്. ഇഗ്നോർ ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ്. പലപ്പോഴും ക്യൂട്ടി ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, അതുപോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയും ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ക്യൂട്ടിക്ക് ലിമിറ്റഡ് സ്കോപ്പേ ഉള്ളൂ. അതുപോലെ തന്നെ ക്വാളിറ്റി റിലേറ്റഡ് ഇഷ്യൂസ്, നമുക്ക് ലഭിക്കുന്ന ഡാറ്റയുടെ ന്യൂമറിക്കൽ ഡാറ്റയുടെ ക്വാളിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. പൊട്ടൻഷ്യൽ ഫോർ ബയാസ് കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. മെത്തഡോളജിക്കൽ ലിമിറ്റേഷൻ, ക്യൂട്ടിയിലെ പല മെത്തേഡ്സിനും ലിമിറ്റേഷൻസ് ഉണ്ട്. അൺസർട്ടൈനിറ്റി, പലപ്പോഴും ക്യൂട്ടിയിലെ പല ടെക്നിക്സുകളും
ഫോർകാസ്റ്റിംഗ് നടത്താറുണ്ട്. പക്ഷേ നമുക്കറിയാം ഫ്യൂച്ചർ അൺസെർട്ടൈൻ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള അൺസെർട്ടൈനിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. റിക്വയർ എക്സ്പെർട്ടൈസ്. ക്യൂട്ടിയിലെ പല ടെക്നിക്സുകളും ഉപയോഗിക്കണമെങ്കിൽ ആ മേഖലയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ വേണ്ടിവരും. ഡിഫിക്കൽട്ടി ടു ഇൻ്റർപ്രറ്റ്. പലപ്പോഴും ഡാറ്റയെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂവിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ലിമിറ്റഡ് ഡാറ്റ അവൈലബിലിറ്റി. പലപ്പോഴും പല ഡാറ്റയും കൃത്യസമയത്ത് അവൈലബിൾ ആവാറില്ല. ഓവർ റിലയൻസ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ. പലപ്പോഴും ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചുകൊണ്ടാണ് പല ടെക്നിക്സുകളും നടത്താറ്. ഇത്രയുമാണ് ക്യൂട്ടിയുടെ ലിമിറ്റേഷൻസ്. എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്, ക്യൂട്ടിക്ക് ലിമിറ്റഡ് സ്കോപ്പേ ഉള്ളൂ. അതുപോലെ തന്നെ ഡാറ്റ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, ബയാസ് ഉണ്ടാവാറുണ്ട്, അൺസെർട്ടൈനിറ്റി, ഇങ്ങനെയുള്ള പോയിന്റ്സ്. ഇനി മറ്റൊരു എസ്സേ ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഇതിൽ ഓരോ ടെക്നിക്കുകളും സെപ്പറേറ്റ് എസ്സേ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ക്യൂട്ടിയുടെ ടെക്നിക്സിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ ടെക്നിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. മാത്തമാറ്റിക്കൽ ടെക്നിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. ഇതിൽ ചില വർഷങ്ങളിൽ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് മാത്രം എസ്സേ ചോദിച്ചിട്ടുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് മാത്രം എസ്സേ ചോദിച്ചിട്ടുണ്ട്, അതേപോലെ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് മാത്രം എസ്സേ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാ ടെക്നിക്സിനെ കുറിച്ചും ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പം ക്യൂട്ടിയെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്നും, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്നും, അതുപോലെ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്നും. മാത്തമാറ്റിക്കൽ ടെക്നിക്സിൽ എന്തൊക്കെയാണ് വരുന്നത് അത് മാത്രമാണ് എസ്സേ ചോദിച്ചെങ്കിൽ അത് മാത്രം എഴുതിയാൽ മതി. പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, സെറ്റ് തിയറി, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ലീനിയർ ആൾജിബ്ര, കാൽക്കുലസ്. ഇത്രയുമാണ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്തൊക്കെയാണ്? ഡാറ്റ കളക്ഷൻ, കോറിലേഷൻ, റിഗ്രഷൻ, ഇൻഡെക്സ് നമ്പർ, ടൈം സീരീസ്, പ്രോബബിലിറ്റി, ഹൈപ്പോത്തസിസ് ടെസ്റ്റ്, കോൺഫിഡൻസ് ഇൻ്റർവെൽ, സാമ്പിളിംഗ് തിയറി. പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണ്? ലീനിയർ പ്രോഗ്രാമിംഗ്, ക്യൂയിങ് തിയറി, ഗെയിം തിയറി, ഡിസിഷൻ തിയറി, ഇൻവെൻ്ററി തിയറി, നെറ്റ്വർക്ക് അനാലിസിസ്, സിമുലേഷൻ, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, മാർക്കോവ് ചെയിൻ അനാലിസിസ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ചോദിച്ചാൽ ഇതെല്ലാം എഴുതണം. ഇനി അല്ല വാട്ട് ആർ ദ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് ചോദിച്ചാൽ ഇത് മാത്രമേ, മാത്തമാറ്റിക്സ് മാത്രം എഴുതുക. പ്രോഗ്രാമിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ച് ചോദിച്ചാൽ അത് മാത്രം എഴുതുക. ഈ ടേബിൾ വെച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് പഠിക്കുക. ആദ്യം മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആണ്. എ ടെക്നിക്സ് ഇൻ വിച്ച് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ യൂസ്ഡ് അലോങ് വിത്ത് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ആർ നോൺ ആസ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഡാറ്റയെ നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിലാദ്യത്തേതാണ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ. ഒരു ഒബ്ജക്റ്റ് ഡെഫിനിറ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഇൻ ആൻ ഓർഡറിനെയാണെന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഓർഡർ ഇല്ലാതെ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നതാണ് കോമ്പിനേഷൻ. സെറ്റ് തിയറി എന്ന് പറഞ്ഞാൽ വെൽ ഡിറ്റർമൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. അതുപോലെ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പർ ഓർ സിംബൽസ് എൻക്ലോസ്ഡ് ബൈ പെയർ ഓഫ് ബ്രാക്കറ്റ്സിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അത്രയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് വരുന്നത്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഓരോന്നും എന്താണെന്ന് പഠിക്കുക. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, കാരണം നമ്മുടെ ഓരോ ചാപ്റ്ററും ഇതിലെ ഓരോ ടെക്നിക്കുകളാണ്. ദെൻ മാത്തമാറ്റിക്കൽ ടെക്നിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 1ാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇത് നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്